LBS 2024 ആപ്ലിക്കേഷൻ വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ കഴിഞ്ഞ ദിവസം LBSൻ്റെ സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LBS വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അഡ്മിഷൻ കിട്ടാൻ പോകുന്ന കോഴ്സസ് എന്ന് പറയുന്നത് BSc നഴ്സിംഗ്, BSc മെഡിക്കൽ ലാബ് ടെക്നോളജി, കാർഡിയോവാസ്കുലർ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ഫിസിയോതെറാപ്പി, BA SLP, ഒപ്റ്റോമെട്രി, ഒക്യുപേഷണൽ തെറാപ്പി, അതുപോലെ തന്നെ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി പോലുള്ള ന്യൂറോ സയൻസ് ടെക്നോളജി പോലുള്ള കോഴ്സുകൾക്ക് മാത്രമേ കേരളത്തിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. MRT എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടായിരുന്നു, മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് 2024 ലിസ്റ്റിൽ കാണുന്നില്ല. അതായത് 2024 ആ കോഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് LBS വഴി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, പാസ്പോർട്ട്, വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, പിന്നെ നിങ്ങൾക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങൾ, പിന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഈ 5 കാര്യങ്ങളും നിങ്ങൾ വാലിഡ് ആയിട്ട്, മൊബൈൽ നമ്പറും ഇമെയിൽ IDയും വൺസ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫൈനൽ ആപ്ലിക്കേഷൻ വരെ അതേ മൊബൈൽ നമ്പറും ഇമെയിൽ IDയിലുമാണ് പോകേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, LBSൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കുന്നത് നമുക്ക് പത്രങ്ങളിലും അതുപോലെ തന്നെ LBSൻ്റെ സൈറ്റിൽ നിരന്തരം ഇങ്ങനെ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ LBSൻ്റെ സൈറ്റിൽ വരും എന്നാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. നമുക്ക് പത്രങ്ങളിലൊക്കെ അത് അറിയാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അക്ഷയയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കഫേയിലോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നമ്മളിത് ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ രജിസ്ട്രേഷൻ ആണ്. അത് ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക, അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ കാറ്റഗറി കൊടുക്കുക, നമ്മുടെ കാറ്റഗറി അനുസരിച്ചിട്ടുള്ള ഫീസ്. ഇപ്പോൾ SC ST ആണെന്നുണ്ടെങ്കിൽ 400 രൂപയാണ് ഫീസ്, അതർ കാറ്റഗറീസിന് 800 രൂപയാണ് ഫീസ്. അപ്പോൾ ഫീസ് അടച്ചിട്ട് എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൺലൈൻ വഴി അടക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓൺലൈൻ വഴി അടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സക്സസ്ഫുൾ ആയിരിക്കണം. ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ട് നമ്മുടെ LBSൻ്റെ വിൻഡോയിൽ അത് സക്സസ്ഫുൾ എന്ന് കാണിച്ചാലേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസ് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. സക്സസ്ഫുള്ളി പേയ്മെൻറ്റ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചലാൻ നമ്പർ കിട്ടുള്ളൂ. ഈ ചലാൻ നമ്പർ വെച്ചിട്ട് നമുക്ക് അടുത്ത പ്രോസസ്സ് നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെ രജിസ്ട്രേഷൻ ID അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ID വെച്ചിട്ട് നമ്മൾ ഈ ചലാൻ നമ്പറും അടിച്ചു കൊടുത്താൽ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ചലാനും കൂടി അടിച്ചു കൊടുത്താലേ നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, മറ്റുള്ള നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ, OBC, മുസ്ലിം, അതുപോലെ തന്നെ SC ST കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് ആ സമയത്താണ്. ആ സമയത്ത് തന്നെ നമുക്ക് NRI കോട്ടയിലെ സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യാൻ പറ്റും. നമ്മുടെ കാറ്റഗറി അനുസരിച്ച് NRI വേണമെന്നുണ്ടെങ്കിൽ NRI, അല്ലെങ്കിൽ വേറുള്ളതാണെന്നുണ്ടെങ്കിൽ വേറെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം മെൻഷൻ ചെയ്യാൻ പറ്റും. അത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫൈനൽ കൺഫർമേഷൻ കൊടുത്താലാണ് നമ്മുടെ ആപ്ലിക്കേഷൻ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ വാലിഡ് ആയിരിക്കണം. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ 12th മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഫൈനൽ കൺഫർമേഷന് മുമ്പ് നമ്മൾ ഒന്നും കൂടി ചെക്ക് ചെയ്യണം, നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് മൊത്തത്തിൽ കറക്റ്റ് ആണോ എന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക. പിന്നീട് നമ്മുടെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് നമുക്ക് കോളേജസും അതുപോലെ തന്നെ കോഴ്സും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുള്ളൂ. ആ സമയത്ത് നമ്മൾ കോഴ്സും കോളേജസും ഒക്കെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിലുള്ള ഉള്ളടക്കമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്തിട്ട് അത് വായിച്ച് നോക്കുക, കൃത്യമായിട്ട് വായിച്ച് നോക്കുക. ഇതിനുള്ള പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ, അതായത് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ വില്ലേജ് ഓഫീസറിലൊക്കെ പോയിട്ട് അത് ഉണ്ടാക്കി വെക്കുക. അക്ഷയയിൽ പോയിട്ട് അപേക്ഷയൊക്കെ കൊടുത്തിട്ട് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കി വെക്കുക. നിങ്ങൾക്ക് LBSുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകളും അതുപോലെ തന്നെ നിങ്ങളുടെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെല്ലാം കോഴ്സുകൾക്കാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ LBS വഴി കേരളത്തിലുള്ള വിവിധ കോളേജുകളിൽ ഏതൊക്കെ കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്, നിങ്ങളുടെ മാർക്കിനനുസരിച്ച് ഏതൊക്കെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്,
അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്തോളൂ. നമ്മുടെ ഓഫീസിൽ നിന്ന് വിവിധ കരിയറുമായിട്ട് ബന്ധപ്പെട്ട കൗൺസിലേഴ്സ് നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ തന്നെ കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക.